നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, അതുപോലെ അവരുടെ രക്ഷകർത്താക്കൾ, അതുപോലെ പർദയിലിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, എല്ലാവർക്കും വിനീതൻ്റെ ആശംസകൾ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, അവരിൽ ഉന്നത മാർക്ക് വാങ്ങിച്ച് സമ്മാനത്തിന് അർഹരായ വിദ്യാർത്ഥികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഉടൻ തന്നെ അവരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതാണ്. അവർക്ക് ഒന്നുകൂടെ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജമിയത്തെ ഉലമായെ ഹിന്ദിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ദീനി താലീമി ബോർഡ്, അപ്പൊ അതിൻ്റെ ഉസ്താദുമാർക്കും പ്രത്യേകിച്ച് ആശംസകൾ അറിയിച്ചു കൊള്ളുകയാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളുകയാണ്, കുട്ടികൾക്ക് 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. 3 കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിരിക്കുകയാണ്. അതിലൊന്നാമത്തെ കാര്യം ഹുബ്ബു നബിയിക്കും, നിങ്ങളുടെ പ്രവാചകനോടുള്ള സ്നേഹം നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ സ്നേഹിക്കണം, തങ്ങളുടെ സ്നേഹം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയിരിക്കുകയാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, നമ്മുടെ മക്കൾക്ക്, തങ്ങൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. തങ്ങളുടെ ഓരോരോ സംഭവങ്ങൾ നമ്മുടെ മക്കളെ കേൾപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളോട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ സാഹചര്യത്തിലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയ രീതി എന്താണ് എന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ സാധാരണ രീതിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ കഥ പറഞ്ഞു ഉറക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കഥകൾ നമുക്ക് കേൾപ്പിക്കുക. രണ്ടാമത്തെ വിഷയം, നമ്മുടെ വീട്ടിന്റെ ചുറ്റുപാട് തന്നെ സുന്നത്തനുസരിച്ചുള്ള ജീവിതമായിരിക്കണം. ആ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കുക. ഓരോ വിഷയങ്ങളിലും നമ്മുടെ മക്കൾ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ മക്കളെ പറഞ്ഞ് അത് ഇടത് കൈകൊണ്ടല്ല ഭക്ഷണം കഴിക്കേണ്ടത്, വലത് കൈകൊണ്ട് കഴിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കുക. ബിസ്മി പറഞ്ഞ് ആഹാരം കഴിക്കാൻ നമ്മൾ മക്കളെ പഠിപ്പിക്കുക. ഇതുപോലെ ഓരോരോ സുന്നത്തുകളും ഇത് മുതിർന്നവർ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് വേണം അവരെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ. പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കണമെന്നില്ല. നമ്മുടെ വീടിന്റെ ചുറ്റുപാട് തന്നെ അങ്ങനെയാക്കണം. മുതിർന്നവരെന്ത് ചെയ്യണം? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോരോ സുന്നത്തുകളും അവർ ജീവിതത്തിൽ പകർത്തുകയും ആ രീതിയിൽ മക്കളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ മൂന്നാമത്തെ ഒരു വിഷയം പറഞ്ഞത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത് അധികരിപ്പിക്കുക എന്നതാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ നബി തങ്ങളുടെ മേലുള്ള സലാത്ത് അധികരിപ്പിക്കാനും കൂടുതലായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലാൻ നമ്മുടെ മക്കളെ നമ്മൾ പ്രേരിപ്പിക്കണം. അത് നമ്മൾ മുതിർന്നവർ കാണിച്ചു കൊടുക്കണം. ഈ കാര്യങ്ങളിലൂടെ സ്വാഭാവികമായും നമ്മുടെ മക്കളിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം വളർന്നുകൊണ്ടേയിരിക്കും. അതല്ലാതെ വേറൊരു എളുപ്പമാർഗം നമുക്കില്ല. തങ്ങളുടെ ജീവിതത്തിലൂടെയായിരിക്കണം, തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് തങ്ങളുടെ സ്നേഹം നമുക്ക് വരേണ്ടത്. അപ്പൊ ഈ ഒരു ചുറ്റുപാട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ചുള്ള ജീവിതവും അതുപോലെ തന്നെ തങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്ന സ്വഭാവം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. അത് കേട്ട് നമ്മുടെ മക്കൾ തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലണം. രണ്ടാമതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അരുളിയ വിഷയമാണ് ഹുബ്ബു അഹ്ലി ബൈത്തിഹി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം. ഏതുപോലെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കുന്നുവോ അതുപോലെ തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹം, ആ കുടുംബത്തോടുള്ള കടപ്പാട് നമ്മൾക്കുണ്ടാകണം. ആ കുടുംബത്തോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതിന് ആ കുടുംബത്തിലെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ കുടുംബം ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് കേട്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? ചെറുപ്രായത്തിൽ വളർന്നു വരണം. അങ്ങനെ നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹവും നമ്മുടെ മക്കളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. മൂന്നാമതായി പറഞ്ഞ വിഷയം തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ്. പരിശുദ്ധ ഖുർആന്റെ പാരായണം അത് കൃത്യമായി തജ്വീദ് അനുസരിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാനും അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളിലൂടെ നമ്മുടെ മക്കൾ വളർന്നു വരികയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓരോരോ മക്കളും വിജയികളായി തന്നെ വളർന്നു വരുന്നതാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ 3 കാര്യങ്ങൾ. ഇത് നമ്മൾ ഊന്നൽ ചെയ്ത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കുകയാണ് എങ്കിൽ, നമ്മുടെ മക്കളെ നമ്മൾ പരിപാലിക്കുകയാണ് എങ്കിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹം എങ്ങനെ? തങ്ങളുടെ സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതം, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഓരോരോ ഘട്ടവും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപം, തങ്ങൾ എങ്ങനെയായിരുന്നു കൊച്ചു കുട്ടികളോട് തങ്ങൾ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നതും ഒരു ഹദീസിൽ കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു തആലാന്റെ വീട്ടിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പോകുമായിരുന്നു. അപ്പൊ അനസ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ചെറിയ സഹോദരൻ ഉണ്ടായിരുന്നു. ഈ സഹോദരൻ ഒരു കിളി ഉണ്ടായിരുന്നു. എപ്പോഴും ഈ കിളിയുമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അനസ് റളിയല്ലാഹു തആലാന്റെ ഈ സഹോദരന്. ഒരിക്കൽ ഇത് മരിച്ചുപോയി, ഈ കിളി ചത്തുപോയി. അപ്പൊ ഈ സഹോദരൻ ആകെ വിഷമത്തിലിരിക്കുകയാണ്. അബൂ ഉമൈർ എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിട്ട് വിളിച്ച ആ സഹോദരൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ വന്നപ്പോൾ ആ കൊച്ചു കുഞ്ഞിനോട് തങ്ങളുടെ പെരുമാറ്റം എന്തായിരുന്നു? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനോട് ചോദിച്ചു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, അബൂ ഉമൈറെ നിന്റെ കിളിക്ക് എന്ത് പറ്റി, അതെവിടെ എന്ന് പറഞ്ഞുകൊണ്ട് തമാശയ്ക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിക്കുന്നു. ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചെറിയ കുട്ടികളോട് പോലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വാത്സ്യത്തോടും അവരോട് തമാശയ്ക്കും അവരോട് എല്ലാ രീതിയിലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായ രീതിയിൽ അവരോട് പെരുമാറിയിരുന്നു. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളോട് വളരെ ലളിതമായ രീതിയിൽ വളരെ സോഫ്റ്റായ നിലയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം ഒരുക്കിയത് തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറത്തുമായി നമ്മുടെ മക്കൾക്കൊരു ബന്ധമുണ്ടാകാൻ വേണ്ടിയാണ്. നമ്മുടെ മക്കൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുക്കാനുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ ഈ പ്രോഗ്രാം നടത്തി. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നടത്തിയവർക്കും അതുപോലെ തന്നെ ഇതിൽ ഭാഗമായ ഓരോരോ വിദ്യാർത്ഥികൾക്കും വീണ്ടും ഞാൻ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.